ബംഗളൂരിൽ ഏവിയേഷൻ വിദ്യാർത്ഥിയായിരുന്ന 19-കാരി ചിത്രപ്രിയയുടെ ദാരുണമായ കൊലപാതകമാണ് കേരളത്തെ നടുക്കിയത്. എറണാകുളം ജില്ലയിലെ മലയാറ്റൂർ സ്വദേശിനിയായ ഇവർ ബന്ധുവീട്ടിലെ ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് ഡിസംബറിൽ നാട്ടിലെത്തിയത്. എന്നാൽ ഈ വരവ് ഒരു വലിയ ദുരന്തത്തിലേക്കാണ് വഴിതെളിച്ചത്. കാണാതാകലും അന്വേഷണവും. ഡിസംബർ 5-ാം തീയതി വൈകുന്നേരം കടയിൽ പോയി വരാം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ചിത്രപ്രിയ പിന്നീട് തിരിച്ചെത്തിയില്ല. മകളെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ അടുത്ത ദിവസം കാലടി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചിത്രപ്രിയയുടെ ഫോണിലേക്ക് അവസാനമായി വിളിച്ചത് സുഹൃത്തായ അലനാണെന്ന് കണ്ടെത്തി. അലനെ ചോദ്യം ചെയ്തപ്പോൾ രാത്രി വീടിനടുത്ത് ഇറക്കിവിട്ടെന്നും പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയില്ലാമ എന്നായിരുന്നു മൊഴി നൽകിയത്. തങ്ങൾ നല്ല സുഹൃത്തുക്കൾ മാത്രമാണെന്നും അലൻ പോലീസിനോട് പറഞ്ഞു. മൃതദേഹം കണ്ടെത്തൽ ഡിസംബർ 9-ാം തീയതി വൈകുന്നേരത്തോടെ ചിത്രപ്രിയയുടെ വീടിന് ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരു റബ്ബർ തോട്ടത്തിൽ നിന്ന് യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹം ജീർണിച്ച നിലയിലായിരുന്നു. തലയുടെ പിൻഭാഗത്ത് കരിങ്കൽ കൊണ്ടുള്ള ശക്തമായ അടിയേറ്റാണ് മരണകാരണമെന്ന് വ്യക്തമായി. കൂടാതെ ശരീരത്തിൽ മൽപ്പിടുത്തം നടന്ന പാടുകളുമുണ്ടായി. നിർണായകമായ തെളിവുകൾ അന്വേഷണത്തിൽ പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ നിർണായകമായി. പുലർച്ചെ 1:50-ഓടെ 2 ബൈക്കുകളിലായി 4 പേർ നിൽക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. അതിൽ അലന്റെ ബൈക്കിൽ നിന്ന് ചിത്രപ്രിയ ഇറങ്ങിപ്പോകുന്നതും തർക്കിക്കുന്നതും വ്യക്തമായിരുന്നു. അലൻ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളിൽ വൈരുദ്ധ്യവും അലനും ചിത്രപ്രിയയും തമ്മിൽ 5 വർഷമായി പ്രണയത്തിലായിരുന്നു എന്ന വിവരവും പോലീസിന്റെ സംശയം ബലപ്പെടുത്തി. പിന്നീട് കുറ്റസമ്മതവും. വിശദമായ ചോദ്യം ചെയ്യലിൽ അലൻ കുറ്റം സമ്മതിച്ചു. സ്കൂൾ കാലഘട്ടം മുതൽ ഇവർ പ്രണയത്തിലായിരുന്നുവെങ്കിലും അലന്റെ അമിതമായ സംശയവും സ്വാർത്ഥതയും കാരണം ചിത്രപ്രിയ ഈ ബന്ധത്തിൽ നിന്ന് അകലാൻ ശ്രമിച്ചു. ഇതിനായിട്ടാണ് അവർ ബംഗളൂരിൽ പഠിക്കാൻ പോയത്. എന്നാൽ അലൻ ഇത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കൂടാതെ ചിത്രപ്രിയയ്ക്ക് മറ്റൊരു പ്രണയബന്ധമുണ്ടോ എന്ന സംശയവും അലനുണ്ടായി. സംഭവ ദിവസം നടന്നത് നാട്ടിലെത്തിയ ദിവസം രാത്രി. ബന്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ബ്രേക്കപ്പ് പാർട്ടിയായി ഇവർ സുഹൃത്തുക്കൾക്കൊപ്പം ഒത്തുചേർന്നു. മദ്യപിച്ച ശേഷം തിരികെ വരുന്ന വഴക്കിലുണ്ടായ തർക്കത്തിനൊടുവിൽ നിയന്ത്രണം വിട്ട അലൻ അവിടെയുണ്ടായിരുന്ന ഒരു വെട്ടുകല്ല് ഉപയോഗിച്ച് ചിത്രപ്രിയയെ തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. നിന്നെ ഞാൻ ഇല്ലാതാക്കും എന്ന് അലൻ നേരത്തെ സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇതൊരു ആസൂത്രിത കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ക്ഷണികമായ ദേഷ്യത്തിൻ്റെയും പക്വതയില്ലായ്മയുടെയും പേരിൽ 2 കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ തകർന്നത്. 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുകയും 21-കാരനായ യുവാവ് കൊലപാതകയായി ജയിലിലേക്ക് പോകുകയും ചെയ്ത ഒരു ദാരുണമായ സംഭവമാണിത്.